റജബ് മാസത്തിൽ ഇന്നുകൊണ്ട് എന്ന് നമ്മൾ എത്രമാത്രമാണോ അധികരിപ്പിക്കാൻ കഴിയുന്നത് അത്രമാത്രം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുകയും ആ തെറ്റിൽ നിന്നുള്ള ആ തെറ്റ് അല്ലാഹു തആല പുറത്തു തരുകയും ചെയ്യുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വശഅബാന ശഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിന്റെ മാസമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്തിനെ അധികരിപ്പിക്കുക, അവിടുത്തെ ആ ഒരു തൃപ്തി നമുക്കുണ്ടാവണം. കാരണം നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും, നമ്മൾ എത്ര വലിയ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഒരു നോട്ടം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാലേ നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ശഅബാൻ എന്ന് പറയുന്നത് സ്വലാത്തിന്റെ മാസമാണ്. അതുപോലെ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഫളായിലുകളാണ് റജബിലും ശഅബാനിലും റമദാനിലും അല്ലാഹു നമുക്ക് നൽകുന്നത്. വരാനിരിക്കുന്ന റമദാൻ മാസത്തെ നമുക്ക് സ്വാഗതം ചെയ്യണം, അതിനെ വരവേൽക്കണം. കഴിഞ്ഞ പരിശുദ്ധമാകപ്പെട്ട റമദാൻ ശരീഫിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പരിപാടികളിലും അതുപോലെ ഇഫ്താറിന്റെ മീറ്റിംഗിലും അതുപോലെ തന്നെ തറാവീഹിലും ഒക്കെ പങ്കെടുത്തിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ആറടി മണ്ണിൽ അന്തിയുറങ്ങുകയാണ്. ഈ വരാനിരിക്കുന്ന റമദാൻ നമ്മൾക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയമാണ്. നമുക്കൊരിക്കലും കണക്കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കുക. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ, ഈ പരിശുദ്ധ റജബിൽ ആദ്യത്തെ പത്തില് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള പവിത്രമായ ആ ദിക്റിനെ ചൊല്ലിയാൽ അവൻ വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും, കഴിഞ്ഞു പോയ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും തെറ്റിൽ നിന്നും അവർക്ക് അകന്നു നിൽക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് മഹാനായ ഇമാം സുഫൂരി റളിയല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം ആദ്യത്തെ പത്തിൽ 100 പ്രാവശ്യം ദിവസേന നമ്മൾ ചൊല്ലുക. അല്ലാഹു അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളുടെ എല്ലാ ഇബാദത്തുകളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആ പൊന്നുമോൻ വളരെയധികം സീരിയസ് ആയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വലാത്ത് اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحمين على سيدنا رب العالمين حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവേ, സ്വലാത്തിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട്, ഹബീബിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബേ ആ പൊന്നുമോൻ കാമിലായ ആജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. പഠിച്ചവനെ ഒരു പ്രയാസം നീ വരുത്തല്ല റഹ്മാനേ. റാഹത്തിന് സന്തോഷത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. എത്ര വലിയ ക്രിട്ടിക്കലാണെങ്കിലും, എത്ര വലിയ സീരിയസിലാണെങ്കിലും, എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും റബ്ബേ ഞങ്ങൾക്കുള്ള ശിഫാ നിന്നിലാണ് റഹ്മാനേ. ആ ശിഫാ പൊന്നുമോനെ നീ നൽകണേ റഹ്മാനേ. പഠിച്ചവനെ നീ പ്രയാസപ്പെടുത്തല്ല റബ്ബേ. 19-20 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള റഹ്മാനേ. റബ്ബേ, ഓടിച്ചാടി നടക്കേണ്ട സമയമാണ് റഹ്മാനേ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. പ്രയാസപ്പെടുത്തല്ല റഹ്മാനേ, റാഹത്തിലാക്കണേ റഹ്മാനേ. പഠിച്ചവനെ പവിത്രമായ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു റിസൾട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. പഠിച്ചവനെ ഇത് പിടിച്ചു നിൽക്കാനും ഇത് സഹിക്കാനും ക്ഷമിക്കാനുള്ള ഈമാനും മനക്കരുത്തും ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ നൽകണേ റഹ്മാനേ. ഇതുപോലെയുള്ള പ്രയാസം ഞങ്ങളുടെ മക്കൾക്കോ നീ നൽകണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. വിവിധ വാഹനങ്ങളിൽ ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ യാത്രയിൽ ഖൈറും ബർക്കത്തും ചെയ്യണേ റബ്ബേ. പഠിച്ചവനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്.
റോഡുകളിൽ നിന്നും പെറുക്കെടുക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാഹ്. ചിന്തിച്ച് കിടക്കുന്ന മയ്യത്തുകളെ ഞങ്ങളുടെ മയ്യത്തുകളെ നീ ആക്കല്ല റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين. المتعلمة لا تسكت.